ഈ പ്രകൃതിക്ക് ഒരു നിയമമേ ഉള്ളൂ. അത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അല്ലെങ്കിൽ സ്വയം നിലനിർത്തൽ. നമ്മൾ നമ്മളെ നിലനിർത്തണം, എന്നാലേ നമ്മളുള്ളൂ. നമുക്ക് ചുറ്റും ഉള്ള ലോകം നമുക്ക് അനുഭവിക്കാൻ പറ്റൂ, കാണാൻ പറ്റൂ. ക്രൂരതയായാലും സ്നേഹമായാലും എന്ത് ഇമോഷനാണെങ്കിലും അതൊക്കെ നമുക്ക് പങ്കുവയ്ക്കാനൊക്കെ പറ്റുന്നത് ആദ്യമായിട്ട് വേണ്ട നമ്മുടെ ശരീരം നമ്മൾ നിലനിർത്തണം. അത് ചുറ്റുമുള്ളവരെ ഒപ്പമോ അല്ലെങ്കിൽ അതിൽ മികച്ചതായിട്ട് നിന്നാലേ നമുക്കവരെ സഹായിക്കാനോ ചതിക്കാനോ വഞ്ചിക്കാനോ ഏതിനായാലും പറ്റുകയുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബേസിക്കായിട്ട് എന്താണെന്ന് വെച്ചാൽ അവനവനെ തന്നെ നിലനിർത്തുക, പരിപോഷിപ്പിക്കുക. പ്രകൃതിയിലുടനീളം അതാണ് കാണുന്നത് നമ്മൾ. ഇപ്പം ഒരു ചെടിയായാലും മരമായാലും ഒരു വള്ളിയായാലും എല്ലാം അത് സ്വയം ഈ ഭൂമിയിൽ അതിൻ്റെ ജീവൻ നിലനിർത്താനാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരു വെള്ളത്തിൽ കുറച്ച് ഉറുമ്പുകൾ വീണാൽ പ്രാണരക്ഷാർത്ഥം മറ്റുറുമ്പിൻ്റെ മുകളിൽ ചാടി കയറി ബലമുള്ള ഉറുമ്പ് രക്ഷപ്പെടും. അതുതന്നെയാണ് പ്രകൃതിയുടെ നിയമം. മനുഷ്യൻ കുറച്ചുകൂടെ ബുദ്ധിമാനും വിവേകികളുമായതുകൊണ്ട് മനുഷ്യന് ദയ, ദാക്ഷിണ്യം ഒക്കെ കാണിക്കാൻ പറ്റും. അത് ഒരു പരിധിവരെ അവർ കാണിക്കും. ചിലർ അത് ഉദ്ഘോഷിച്ചുകൊണ്ട് നടക്കും. പക്ഷേ കാര്യത്തിനോടെടുക്കുമ്പോൾ എല്ലാവരും അവരവരുടെ ജീവന്, അവരവരുടെ നിലനിൽപ്പിന് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത്. അവരവരുടെ ചിന്തകൾക്ക്, അവരവരുടെ കാഴ്ചപ്പാടുകൾക്ക്, അവർ ഉണ്ടാക്കി വെച്ച നിയമങ്ങൾക്ക്, അവരുടെ നിലനിൽപ്പിന് ആണ് അവർ പരിപോഷിപ്പിക്കുന്നത്. ഇപ്പം സ്വന്തം മക്കളായാലും ഭാര്യയായാലും മാതാപിതാക്കളായാലും സഹോദരങ്ങളായാലും ഒക്കെ ഇപ്പം നമ്മൾ ചുറ്റും സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരെയും അവർ തള്ളിപ്പറയും, അവരുടെ ഭാഗം ജയിക്കാൻ, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ശരിയെ ന്യായീകരിക്കാൻ. ഒപ്പം അവരുടെ നിലനിൽപ്പിനെ അവർ ഒരു സ്ഥിരത വരുത്തുന്നു, ദൃഢപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ പറയാം അവർ ക്രൂരനാണ് എന്ന് മറ്റുള്ളവർ പറയാം. അങ്ങനെ പറയുന്നവർ ഒരു കണക്കിന് ബലഹീനരാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ വലിയ ബുദ്ധിമാന്മാരല്ലെങ്കിൽ വിവേകികൾ എന്നുള്ള രീതിയിൽ മറ്റൊരു ക്രൂരന്മാർ, ഈ വിട്ടുകൊടുത്തവരെ നല്ലവരും എന്നൊക്കെ നമുക്ക് വിളിക്കാം. എന്നാലും പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ശരി ചെയ്തത് ആ സ്വന്തം ശരിയെ നിലനിർത്താൻ ശ്രമിച്ചവരാണ്. കാര്യം അങ്ങനെയാണ് ഈ ഭൂമിയുടെ നിലനിൽപ്പ്. അല്ലെങ്കിൽ ഭൂമി നശിച്ചു പോകും. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് എനിക്ക് അതിൻ്റെ തിന്മകളാണ് അനുഭവിച്ചിട്ടുള്ളത്. കാര്യം ഞാൻ ഇപ്പം വീട്ടിൽ സഹായികളുണ്ടായിട്ട് ഞാൻ അവരെ കൊണ്ട് അവരുടെ സഹായം സ്വീകരിക്കാതെ ഞാൻ സ്വയമായിട്ടെല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ ദൈവം വിധി എന്നെ കൊണ്ടാക്കിയത് ഒരു സഹായവും ആരിൽ നിന്നും കിട്ടാതെ ജീവിക്കാനായിട്ടുള്ള ഒരിതാണ്. അതുപോലെ ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തതോ അതിൻ്റെ ഒക്കെ തീർത്തും എതിരായിട്ടുള്ള അനുഭവങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഞാൻ എന്തൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ എനിക്ക് നഷ്ടമായിട്ടുണ്ട്. എൻ്റെ ദാക്ഷിണ്യം കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തതാണ്, അല്ലെങ്കിൽ ദാനമായിട്ട് കൊടുത്തതാണ്, അല്ലെങ്കിൽ ഞാൻ നല്ലവളാണ്, മത്സരത്തിനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒതുങ്ങി കൊടുത്ത ഇടങ്ങളൊക്കെ തന്നെ മറ്റുള്ളവർ കൈക്കലാക്കി എന്നെ പുറത്താക്കി. ആർക്കും അത് അവരുടെ തെറ്റല്ല. അതാണ് ജീവൻ്റെ നിലനിൽപ്പ്. ജീവിതം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അതാണ് മാർഗം. നമുക്ക് അതിനൊത്ത് ഉയരാൻ പറ്റുകയില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ അച്ഛനെയും അമ്മയും ഒക്കെ ദൈവമായിട്ട് കരുതണമെന്നൊക്കെ പണ്ടത്തെ ആചാര്യന്മാർ പറയില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ നമുക്കായിട്ട് അല്പം ഇടം തരാനോ നമ്മുടെ ഒന്ന് വളർച്ചയ്ക്ക് അവർ വഴിമാറിത്തരികയിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവനെ നിലനിർത്താൻ. അത് നമ്മൾ അച്ഛനമ്മമാരാകുമ്പോഴാണ് അതറിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവരെ ദൈവമെന്ന് വിളിക്കാൻ പറയുന്നത്. കാര്യം മറ്റ് ജീവജാലങ്ങളെല്ലാം പരസ്പരം മത്സരിച്ച് സർവൈവലിന് വേണ്ടി മത്സരിക്കുമ്പോൾ ഇവിടെ മത്സരമില്ലാത്തത് ഇവർക്ക് മാത്രമേ കാണുള്ളൂ. പിന്നെ പണ്ടത്തെ കാലത്തൊക്കെയാണ് മൂത്ത ജ്യേഷ്ഠന്മാർ, ചേച്ചിമാർ അങ്ങനെയുള്ള ബഹുമാനം കൊണ്ടും അവരും കുറച്ചൊക്കെ സഹായിക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. ഇപ്പം പ്രതീക്ഷിക്കാവുന്നുള്ളത് മാതാവിൽ നിന്ന്, പിതാവിൽ നിന്ന്,
ചെറിയ ചെറിയ ശേഷിപ്പുകളുണ്ടല്ലാതെ ലോകം ശരിക്കും അന്ധമായിട്ടുള്ളൊരു പോവുകയാണ്. അന്ധമായിട്ടെന്ന് പറയാൻ പറ്റില്ല, ഇതാണ് സർവൈവൽ, ശരിക്കുമുള്ള സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റിലൂടെ കടന്നു പോവുകയാണ് ലോകം.